ഓപ്പറേഷൻ നംഖോറിൽ വാഹനം പിടിച്ചെടുത്തതിന് പിന്നാലെ നടൻ ദുൽഖർ സൽമാനോട് വിശദീകരണം ചോദിക്കാൻ കസ്റ്റംസ് വാഹനത്തിന്റെ രേഖകളടക്കം ദുൽഖർ സൽമാൻ ഹാജരാക്കും. കളമശ്ശേരിയിലെ ഷോറൂമിൽ നിന്നാണ് നിസാൻ പെട്രോൾ വാഹനം പിടിച്ചെടുത്തത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് ദുൽഖർ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാണ് ദുൽഖറിനെ വിളിപ്പിക്കുക? പ്രമിത, ഈ ഓപ്പറേഷൻ നുങ്കൂറിൽ നടപടികൾ കടുപ്പിക്കുകയാണ് കസ്റ്റംസ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കേരളത്തിലാകെ തന്നെ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുകയും 7 വാഹനങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. അതിലൊന്നാണ് ദുൽഖറിന്റെ നിസാൻ പെട്രോൾ വാഹനം. ഈ വാഹനം ലക്കി ഭാസ്കർ സിനിമയിൽ ഉപയോഗിച്ചതാണ്. അത് ദുൽഖറിന്റെ പേഴ്സണൽ വാഹനമാണ്. ഈ വാഹനം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇതിന്റെ രേഖകൾ ആദ്യം പരിശോധിക്കും. അതിനുശേഷം ദുൽഖർ സൽമാനിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപ് ദുൽഖറിന്റെ 3 വാഹനങ്ങൾ സമാന രീതിയിൽ പിടികൂടിയിരുന്നു. പക്ഷേ അതിനെ സമൻസ് അയക്കുകയോ പിന്നീട് ചോദ്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഒരു വാഹനം കൂടി ലഭിക്കാനുണ്ട് എന്നുള്ളത് കൂടി അന്ന് കസ്റ്റംസ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അത് എവിടെ എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ കളമശ്ശേരിയിലെ കാർ ഷോറൂമിൽ നിന്നാണ് ഇത് പിടികൂടുന്നത്. ഇനി വിശദീകരണം ചോദിക്കും. ഈ രേഖകൾ പരിശോധിച്ച ശേഷം വിശദീകരണം തേടും എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് അധികം വൈകാതെ തന്നെ നടക്കും. കാരണം ഭൂട്ടാനിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു മൂന്നാറിൽ വെച്ച്. അതിനുശേഷമാണ് ഈ നടപടികൾ കടുപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തി എന്നുള്ളതിൽ തന്നെയാണ് ഇപ്പോഴും കസ്റ്റംസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുൽഖറിന് അല്ലാതെ അമിത് ചക്കാൽക്കലിന്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടർ നടപടികളിലേക്ക് അതിവേഗം തന്നെ കസ്റ്റംസ് നീങ്ങുന്നു. അപ്പോൾ വിശദീകരണം തേടൽ വൈകില്ല എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. പ്രവിത. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.